ഗണപതി ഭഗവാൻ ഒരു പുത്രി ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയുമോ? ആ ദേവിയുടെ പേരാണ് മാതാ സന്തോഷി. പക്ഷേ ഈ ദേവി എങ്ങനെയാണ് ജനിച്ചത്? ഗണപതി ഭഗവാന്റെ പുത്രന്മാരായ ശുഭനും ലാഭനുമുള്ള ഒരു ചെറിയ ആഗ്രഹം. സന്തോഷി മാതാവിന്റെ ജനനത്തിന് പിന്നിലെ ആ സുന്ദരമായ കഥ. കൈലാസപർവ്വതം പവിത്രമായ മന്ത്രോച്ചാരണങ്ങളാലും ആനന്ദത്താലും മുഖരിതമായിരുന്ന ഒരു കാലം. വിഘ്നേശ്വരനായ ഭഗവാൻ ഗണപതിയുടെയും സിദ്ധിബുദ്ധി ദേവിമാരുടെയും ഈ ദേവിമാർക്ക് ഋദ്ധിസിദ്ധി എന്നും നാമമുണ്ട്. ഇവരുടെ പുത്രന്മാരായ ശുഭനും ലാഭനും സകല വിദ്യകളിലും തികഞ്ഞവരായി വളർന്നു വരികയായിരുന്നു. കൈലാസത്തിലെ ഓരോ കണികയും അവരുടെ ബാലലീലകളാൽ ധന്യമായിരുന്നു. ഒരിക്കൽ ശ്രാവണ മാസത്തിലെ പൗർണമി നാളിൽ കൈലാസത്തിൽ അതിവിശിഷ്ടമായ ഒരു ചടങ്ങ് നടന്നു. ഗണപതി ഭഗവാന്റെ പ്രിയ സഹോദരിയായ അശോകസുന്ദരി അവിടെ എത്തിച്ചേർന്നു. ഭക്തിയോടെയും വാത്സല്യത്തോടെയും അവർ തന്റെ സഹോദരന്റെ കൈത്തണ്ടയിൽ സ്നേഹത്തിന്റെ പ്രതീകമായ രാഖി ബന്ധിച്ചു. സഹോദരന്റെ ക്ഷേമത്തിനായി അവർ പ്രാർത്ഥിക്കുകയും ഏതാപത്തിലും തണലായി നിൽക്കുമെന്ന് ഗണപതി ഭഗവാൻ ഉറപ്പ് നൽകുകയും ചെയ്തു. ആ പവിത്രമായ നിമിഷം കണ്ടുനിന്നവരുടെ എല്ലാം കണ്ണു നിറയുന്നതായിരുന്നു. ഈ കാഴ്ച കണ്ടുനിന്ന ശുഭനും ലാഭനും പെട്ടെന്ന് നിശബ്ദരായി. അവരുടെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹം ഉടലെടുത്തു. അവർ പിതാവായ ഗണപതി ഭഗവാന്റെ അരികിലെത്തി വിനയപൂർവ്വം ചോദിച്ചു, പിതാവേ, പിതൃ സഹോദരി അങ്ങയുടെ കൈകളിൽ കെട്ടിയ ആ നൂൽ എത്ര മനോഹരമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഗണപതി ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പുത്രന്മാരെ അരികിലിരുത്തി പറഞ്ഞു, പുത്രന്മാരെ, ഇതൊരു വെറും നൂലല്ല. ഇത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ്. സഹോദരി തന്റെ സഹോദരന്റെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നതും പകരം സഹോദരൻ അവളെ എപ്പോഴും സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നതുമായ ഒരു പവിത്രമായ ഉടമ്പടിയാണിത്. പിതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശുഭനും ലാഭനും പരസ്പരം നോക്കി. അവരുടെ മുഖത്ത് ഒരു ചെറിയ സങ്കടം നിഴലിച്ചു. അവർ പറഞ്ഞു, പിതാവേ, ആ സ്നേഹബന്ധം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ ഞങ്ങളുടെ കൈകളിൽ രാഖി കെട്ടാൻ, ഞങ്ങളുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരു സഹോദരിയില്ലല്ലോ. ഞങ്ങൾക്കും വേണം ഒരു സഹോദരിയെ. മുതിർന്നവരായിരുന്നുവെങ്കിലും അവരുടെ വാക്കുകളിൽ ഒരു കൊച്ചു കുട്ടിയുടെ നിഷ്കളങ്കമായ ആഗ്രഹം നിഴലിച്ചിരുന്നു. ഋദ്ധിസിദ്ധി ദേവിമാരും പുത്രന്മാരുടെ ഈ ആഗ്രഹത്തിന് കൂട്ടുനിന്നു. പുത്രന്മാരുടെ മനസ്സിലെ ആ ശൂന്യത കണ്ടപ്പോൾ ഗണപതി ഭഗവാന്റെ ഹൃദയം അലിഞ്ഞു. അദ്ദേഹം തന്റെ ദിവ്യ ദൃഷ്ടികൾ അടച്ചു. പെട്ടെന്ന് കൈലാസം മുഴുവൻ ഒരു പ്രത്യേക ഊർജ്ജത്താൽ നിറഞ്ഞു. ഋദ്ധിസിദ്ധി ദേവിമാരുടെ സാന്നിധ്യത്തിൽ ഗണപതി ഭഗവാൻ തന്റെ തപശക്തിയാൽ ഒരു അതിമനോഹരമായ ദിവ്യ പ്രകാശം തന്റെ മുന്നിൽ സൃഷ്ടിച്ചു. ആ പ്രകാശം പതുക്കെ ഒരു രൂപം കൊള്ളാൻ തുടങ്ങി. സ്വർണ്ണപ്രഭയിൽ നിന്ന് പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ സർവാലങ്കാര വിഭൂഷിതയായി ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. ആ മുഖത്തെ ശാന്തതയും പ്രഭയും കണ്ടപ്പോൾ തന്നെ കണ്ടു നിന്നവരുടെ എല്ലാം മനസ്സിൽ ഒരു വലിയ തൃപ്തിയും ആനന്ദവും അനുഭവപ്പെട്ടു. തന്റെ പുത്രന്മാരുടെ ആഗ്രഹം നിറവേറ്റി ഗണപതി ഭഗവാൻ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൾ ഇനി മുതൽ സന്തോഷി എന്ന നാമത്തിൽ അറിയപ്പെടും. മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ദേവി. ഗണപതി ഭഗവാന്റെ വാക്കുകൾ കേട്ടതോടെ ശുഭവും ലാഭവും അതിയായ സന്തോഷത്തോടെ തങ്ങളുടെ പ്രിയ സഹോദരിയെ സ്വീകരിച്ചു. കൈലാസം മുഴുവൻ ആ നിമിഷം സന്തോഷത്തിലും ആനന്ദത്തിലും നിറഞ്ഞു. മാതാ സന്തോഷിയുടെ ജനനത്തോടെ ലോകത്ത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതിയ പ്രകാശം പരന്നു. പിന്നീട് ഭക്തരുടെ ദുഃഖങ്ങൾ അകറ്റി അവർക്ക് ഐശ്വര്യവും മനഃശാന്തിയും നൽകുന്ന ദേവിയായി മാതാ സന്തോഷി ആരാധിക്കപ്പെട്ടു. മാതാ സന്തോഷിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് മാ സന്തോഷി.